വയനാട്ടിൽ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്ക് സർക്കാർ ഭൂമി നൽകിയത് ഹൈക്കോടതി റദ്ദാക്കി. 2015 പട്ടയമാണ് റദ്ദാക്കിയത്. വിപണി മൂല്യത്തെക്കാൾ കുറവിൽ നടത്തിയ ഭൂമി കൈമാറ്റമാണ് റദ്ദാക്കിയത്. ഏക്കറിന് 100 രൂപ നിരക്കിൽ 5.53 ഹെക്ടർ ഭൂമിയാണ് പള്ളിക്ക് സർക്കാർ നൽകിയത്. 2 മാസത്തിനകം ഭൂമിയുടെ വിപണി മൂല്യം നിശ്ചയിക്കാനും സർക്കാരിന് നിർദ്ദേശം ഉണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്താണ് വിവരങ്ങൾ? ലക്ഷ്മി, 2015 വയനാട്ടിലെ കല്ലൂടി സെന്റ് ജോർജ് പള്ളിക്കായിട്ട് സർക്കാരിന്റെ ഭൂമി ഏകദേശം 5.53 ഹെക്ടർ ഭൂമി സർക്കാർ പട്ടയമാക്കി നൽകിയത്. ഈ പട്ടയം അടക്കമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഏക്കറിന് 100 രൂപ നിരക്കിലായിരുന്നു ഇത്തരത്തിൽ 5.53 ഹെക്ടർ ഭൂമി സർക്കാർ പള്ളിക്ക് വേണ്ടി നൽകിയത്. ഇത് അനധികൃതമായിട്ടാണ്. മാത്രമല്ല, വിപണി മൂല്യം വളരെ കൂടുതലായിട്ടുള്ള ഭൂമിയാണ് ഇത്തരത്തിൽ നൽകിയത്. ഏകദേശം 6000-ലധികം പേർ ഭൂമിക്ക് വേണ്ടിയിട്ട് അപേക്ഷ നൽകിയ സാഹചര്യത്തിലായിരുന്നു സർക്കാരിന്റെ ഇത്തരം ഒരു അഴിമതി. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മാനന്തവാടിയിലെ ഒരു കൂട്ടം വനവാസി സംഘടനാ പ്രതിനിധികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായിട്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ചില നിർദ്ദേശങ്ങളും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഭൂമിയുടെ 5.53 ഹെക്ടർ ഭൂമിയുടെ വിപണി മൂല്യം സർക്കാർ നിശ്ചയിക്കണം. അതിനനുസരിച്ച് ഈ വിപണി മൂല്യത്തിനനുസരിച്ച് ഈ ഭൂമി വാങ്ങാൻ ഈ പള്ളിക്കാരോട് കഴിയുമോ എന്ന് സർക്കാർ ആരായണം. ഈ പള്ളിക്കാർക്ക് മറുപടി അറിയിക്കാനായിട്ട് 1 മാസം സാവകാശം സർക്കാർ നൽകുകയും വേണം. വിപണി വില നൽകി ഭൂമി ഏറ്റെടുക്കുവാൻ പള്ളി തയ്യാറായിട്ടില്ല എങ്കിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും ഇവരെ കുടിയിറക്കണം. അത് പിന്നീട് 3 മാസത്തിനുള്ളിൽ തന്നെ യോഗ്യരായ ആളുകൾക്ക് ഈ ഭൂമി വിതരണം ചെയ്യാനും സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഭൂമി പള്ളിക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന തുക അത് വിപണി മൂല്യം അനുസരിച്ചായിരിക്കണം ഈ ഭൂമി നൽകേണ്ടത്. ഈ ലഭിക്കുന്ന തുക വനവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ഉപയോഗിക്കണമെന്ന് കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. 8 മാസത്തിനുള്ളിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച നടപടി റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും 2015 അനധികൃതമായിട്ട് ഇത്തരത്തിൽ ഏക്കറിന് 100 രൂപ നിരക്കിൽ 5.53 ഹെക്ടർ ഭൂമി രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.